കടന്നു പോകുന്ന ഓരോ നിമിഷവും കുടുംബത്തിലെ ദീനാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ നല്ലൊരു കല്യാണാലോചന വന്നപ്പോൾ അച്ഛൻ താൻ ഉറപ്പിച്ചു. എന്നോടോ അമ്മയോടോ ഒന്നും തന്നെ അച്ഛൻ സമ്മതം ചോദിച്ചില്ല. സാധാരണ ഒരു കല്യാണം പോലെ പെണ്ണ് കാണലോ നിശ്ചയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നേരെ കല്യാണത്തിലേക്ക്. ആരാണെന്നോ എന്താണ് ജോലിയെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അച്ഛനോട് പറഞ്ഞിരുന്നില്ല. എനിക്ക് ആ കാര്യങ്ങളൊന്നും അറിയാൻ തീരെ താല്പര്യമില്ലായിരുന്നവരും ഒരു വട്ടം പോലും അച്ഛൻ ആ കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ ശ്രമിച്ചിട്ടില്ല. കല്യാണം വേണ്ട എന്നത് പറഞ്ഞ് എതിർക്കാൻ എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ കുടുംബത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. പ്രണയം നിറയാരേ നിറയുന്നേ അഴകേറും മഴനൂലേ സഖി നിന്നെ തിരയുന്നു ഞാൻ ഇനിയും ജാനാ മേരി ജാനാ തൂ മേരി ജാനാ. ഒന്ന് കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു. ചെറുക്കൻ്റെ അച്ഛനമ്മയൊക്കെ എന്നോട് നല്ല കാര്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. ചെറുക്കൻ്റെ അച്ഛനമ്മയും അവനെ മാറ്റി നിർത്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്നൊന്നും വ്യക്തമല്ലെങ്കിലും അവന് ഈ കല്യാണത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു എന്ന കാര്യം എനിക്കതിൽ നിന്നില്ല. ചിലപ്പോൾ ഒരു ഫോഴ്സ്ഡ് മാരേജ് ആയിരിക്കും. അന്ന് ഞാൻ വിചാരിച്ചു പോലൊന്നും നടന്നില്ല. അതേനെ വലിയൊരു ആശ്വാസം. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ചെറുക്കൻ്റെ അനിയനും അതേപോലെ അവരുടെ ഒരു കസിനും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അമ്മ പലവട്ടം അനിയൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ അനിയനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ ഇതായിരുന്നില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഞാൻ പിന്നെയും പഴയ പോലെ ആയിപ്പോകുമെന്നുള്ള ചിന്ത ഇവിടെ നോക്കി എനിക്ക് വന്നു തുടങ്ങി. പ്രതീക്ഷയിലെല്ലാം മടങ്ങി വന്ന സമയത്ത് രക്ഷകനായാണ്. ശരിക്കും അവനിപ്പോൾ രക്ഷകനായാണോ വന്നതെന്ന് എനിക്കറിയില്ല. പണ്ടായിരുന്നു, അതെ, അവനായിരുന്നു എൻ്റെ രക്ഷകനായി വന്ന് എന്നെ സഹായിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ വരവ് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ അവൻ എന്നെ അറിയാത്ത പോലെ ഞാൻ അവനെ അറിയാത്ത പോലെ ദിവസങ്ങൾ കടന്നു. എന്നാൽ പയ്യെ അവൻ എന്നോട് അടുക്കാൻ തുടങ്ങി. പയ്യെ സംസാരിച്ചു തുടങ്ങി. എല്ലാവരുടെ മുന്നിലായിട്ടും അല്ലാതെയും ഒക്കെ അവൻ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സംസാരം പഴയ കാര്യങ്ങളിലേക്ക് മാറി തുടങ്ങി. അവൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരവില്ലാതെ തുടങ്ങി. ഞാൻ എന്താണ് അവനോട് പറയേണ്ടതെന്ന് എനിക്കറിയാതായി. അവൻ എന്നെ ഏത് രീതിയിലാണ് ഇപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാതെ ഒന്നും എനിക്കിപ്പോൾ അവൻ്റെ മുന്നിൽ പറയാനാവാതെ. ചിലപ്പോൾ അവൻ കരുതുന്നുണ്ടാവും ഞാനവനെ ചതിച്ചതാണ്. എല്ലാവർക്കും ഭർത്താവിൻ്റെ വീട്ടിൽ എത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് ആ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ചിലപ്പം അതുകൊണ്ടൊക്കെയാവും അവനെന്നോട് വല്ലാതെ അടുത്ത് തുടങ്ങിയപ്പോൾ പതിയെ ഞാൻ മാറി തുടങ്ങി. ഞാനവന് പണ്ടത്തെ പോലെ തന്നെ പ്രണയിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടോ അവൻ്റെ കൂടെയുള്ള നിമിഷം എനിക്ക് അത്രയും സുന്ദരമായിരുന്നു. അവന് വിട്ടു പോകാൻ എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ അവസ്ഥ അതുമാത്രമായിരുന്നു. പലപ്പോഴും ഞാനും ജുബിനും റൂമുകളിൽ അന്യന്മാരായിരുന്നു. എന്താണ് എൻ്റെ മാറ്റത്തിന് കാരണമെന്ന് അവൻ എന്നോട് ചോദിച്ചില്ല. എൻ്റെ കാര്യങ്ങൾ അവൻ ഇടപെട്ടില്ല. ഞാൻ അവൻ്റെ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ജോലായിരുന്നു. മമ്മി ഇനി ഞാൻ പിന്നെ ചിലപ്പോൾ വരത്തുള്ളൂ കേട്ടോ. സച്ചിനമ്മൻ്റെ പിറന്നാളാണ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ മറ്റന്നാളത്തെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗുരുവിൻ്റെ മാരേജ് ആയതുകൊണ്ട് നമുക്ക് പോകണം. എന്തായാലും പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂട്ടാൻ വരാം. ഒരുങ്ങിയൊക്കെ മറക്കണ്ട. എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങണമെങ്കിൽ ഇന്ന് നാളായിട്ട് പോയി വാങ്ങണം. പൈസ എന്തെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം കേട്ടോ. എന്നാൽ പിന്നെ ശരി. പിന്നെ ചിലപ്പം സച്ചി ഞാൻ കൂട്ടിയില്ലെന്ന് തന്നെ വിളിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാൻ മറക്കണ്ട. കാണിക്കാൻ വല്ല പോണോ? എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കാണിക്കാൻ പോണാതെ നമുക്ക് വീട്ടിൽ കൂടെ തന്നെ പോകായിരുന്നു കേട്ടോ. മോളെ വന്നിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റി? എന്നാ പറ്റിയ നിങ്ങളത് പറഞ്ഞേ. അത് ചെറിയൊരു തലവേന, അത് കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒന്നുമല്ല. അതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഈ കല്യാണത്തിന് എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വേണ്ടി ഡ്രസ്സ് എടുത്തിട്ട് വരാം. മോള് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടൊരു കല്യാണം ആയിട്ട് നമുക്ക് എല്ലാവരും നല്ല രീതിക്ക് പോവാം. അതുകൊണ്ട് നോക്കുന്ന ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ ഒരുങ്ങിക്ക് പോവാം. നമുക്ക് തന്നെ പോവാം. നമ്മുടെ ജോലി ജോലേ അവരുടെ ഉണ്ടെങ്കിൽ അവരോട് കൂടെ പറ. നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് വരാം. നിങ്ങൾ ആരെ വെള്ളം വിളിക്കാൻ വെച്ചാൽ പോയി ജോയിൻ വിളിക്കാൻ പറ്റും. അവിടെ തന്നെ വിളിക്കുക. പോയി ആ ജോയിൻ കരുതുമ്പോഴൊക്കെ വിളിച്ചിട്ട് വാങ്ങിട്ട് പിന്നെ ഒരു ടാക്സിന് വിളിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഒഴുങ്ങാൻ പോകും.
പെട്ടെന്ന് വിളിക്കണേ. ഒരുങ്ങി ഇവിടത്തേക്ക് ടാക്സി വരാതിരിക്കും. ഞാൻ പറയാം നിങ്ങൾക്ക്. അമ്മവാ അമ്മായി ഇതാ സിഗരറ്റ് അങ്ങ് അറങ്ങി വന്നിട്ടോ. എല്ലാവരും ഒരുങ്ങി നമുക്കങ്ങ് പോകാല്ലേ. അപ്പം പിന്നെ എല്ലാവരും വിളിച്ചോ വാ. ഇടി ജയേ പിള്ളേരുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ലേടി. ഇതെന്താ ഇത്? ജോയിനെ കൈയും പിടിച്ച് നടക്കണ്ട പെണ്ണല്ലാത്ത ജോയിൻ്റെ കൂടെ നടക്കുന്നത്. എന്നാ പിള്ളേരുടെ തമ്മിൽ ചാർച്ചയൊന്നും ഇപ്പം. അയ്യോ അങ്ങനെയൊന്നും അല്ലണ്ട അമ്മച്ചി. അത് പിന്നെ സംഭവം തരാമോ? ജുവിനെ അവിടെ കാർ സെറ്റാക്കാൻ പോയി കാണില്ല. അപ്പം ഇവിടെ ഇവ കാണെങ്കിൽ ആരും പരിചയമില്ല. അതുകൊണ്ട് ഇപ്പം അവനെ ഇവിടെ നിന്നതേ ഉള്ളൂ. വണ്ടി രണ്ടുപേരും കൈ സിഗര എവിടെയാണ് ഇതെന്നെ പറയുന്നത്. അല്ല അവരെന്നെ ചേർക്കപ്പുറമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ രണ്ടിനും മോഹം കണ്ട അറിയാം. കറണ്ട് കുത്തിയതുപോലെ രണ്ടും തന്നെ അത്ര ചേർച്ചൊന്നും ഇടുന്നു. അതിപ്പം നിനക്ക് മനസ്സിലാത്ത ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. അത് വരും നീ പിള്ളേരുടെ മുമ്പ് ഇപ്പോൾ പറഞ്ഞു വയസ്സായിട്ട് പെമ്മച്ചോന്ന് ചോദിച്ചു നോക്ക്. ഇതൊന്നും അടിച്ച് പിടിഞ്ഞേക്കില്ല. താഴത്തെ രണ്ട് മൂലയാണ് ഇങ്ങനെയാണോ വേണ്ടത്? ചോദിച്ചില്ല. ഇതൊക്കെ ചോദിച്ചറിഞ്ഞാൽ നിങ്ങൾ പരിഹരിക്കാം. എന്നിട്ട് നിൽക്കും അവളവിടെ. ഞാൻ ആരും എൻ്റെ പിള്ളേർക്ക് എൻ്റെ പിള്ളേരും